നമസ്കാരം. ഇന്ന് പടവുകളിൽ നമ്മോടൊപ്പം ചേരുന്നത് കരിമ്പുഴ ഓമന ടീച്ചറാണ്. ഓമന ടി കരിമ്പുഴ എന്ന് പറയുന്ന നാമധേയത്തിൽ എഴുതുന്ന എഴുത്തുജീവിതം ധന്യമാക്കുന്ന ഒരു അധ്യാപിക ഓമന ടീച്ചർ. ഓമന ടീച്ചർക്ക് പടവുകളിലേക്ക് സ്വാഗതം. ടീച്ചറെ നമസ്കാരം. സന്തോഷം. നമുക്ക് നേരിട്ട് തന്നെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ടീച്ചറുടെ ഒരു ജീവിത പങ്കാളി ഉണ്ണി കരിമ്പുഴ എന്ന് പറയുന്ന അദ്ദേഹമാണ്. അദ്ദേഹവുമായി സമ്മേളിച്ചിട്ടാണോ അങ്ങയുടെ രചനകൾ കൂടുതൽ ഭംഗിയാവുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹമായിട്ട് സമ്മേളിച്ചിട്ടാണ് രചനകൾ കൂടുതൽ ഭംഗിയായത്, മനോഹരമായത് എന്ന് പറയാം. പക്ഷെ എഴുത്തും വായനയും എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കൂടെ എങ്ങനെ കൊണ്ടു നടക്കണ ഒരു കളിചിരി പറഞ്ഞു നടക്കണ ഒരു കൂട്ടുകാരെ പോലെ എഴുത്തും വായനയും എഴുത്തുമായി. പക്ഷെ സത്യത്തിൽ നോക്കൂ, നിങ്ങളുടെ ടീച്ചറുടെ പഠനകാലത്താണ് ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് കോളേജിലാണ് പഠിച്ചത്. അവിടുത്തെ ഒരു ജീവിതമാണ് പുഷ്കലമായ ഒരു കാലഘട്ടമായി ടീച്ചർക്ക് അനുഭവപ്പെട്ടത്. എന്താ കാലഘട്ടം? തീർച്ചയായിട്ടും സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് സാധാരണ കുടുംബം പോലെ നമ്മുടെ വീട്ടിൽ അത്ര അധികം ആനുകാലികങ്ങളൊന്നും വരുത്തില്ലായിരുന്നു. പത്രങ്ങളും മാതൃഭൂമി ആഴ്ചപ്പതിപ്പും. പട്ടാമ്പി കോളേജിൽ ചേർന്നതോടുകൂടി, പ്രത്യേകിച്ച് BA മലയാളം MA മലയാളത്തിന് ചേർന്നതോടുകൂടി സാറ ജോസഫ് ടീച്ചർ, BV ശശികുമാർ സാറ്, അലിയാർ സാറ്, ഗംഗാർ സാറ്, അവരുടെയൊക്കെ ഒരു ചിത്ര ടീച്ചർ, അവരെല്ലാം കൂടിയുള്ള ഒരു വസന്തകാലമായിരുന്നു. അന്ന് സത്യത്തിൽ ഒരു സുവർണ കാലഘട്ടമായിരുന്നു. അന്ന് അവിടെ അലിയാർ സാർ ഇടയ്ക്കിടയ്ക്ക് നാട്യഗൃഹത്തിലെ നാടക അരങ്ങുകൾ, കവി അരങ്ങുകൾ, ബാലേന്ദ്രൻ ചുള്ളിക്കാടിന് സാറിനെയൊക്കെ ഞാൻ അന്നാണ് നേരിട്ട് കാണുന്നത്. വിനയേന്ദ്ര സാറിന്റെ എല്ലാം കാണുന്നതും പരിചയപ്പെടുന്നതും പട്ടാമ്പി കോളേജ് വായനയുടെ തീർച്ചയായിട്ടും അതെ അവിടെയായിരുന്നു. അവിടെയാണ് അതെ കേൾവി വിജ്ഞാനം കൂടി ഉണ്ടല്ലോ. അപ്പൊ ഒരുപാട് സാഹിത്യകാരന്മാരെ കേൾക്കാനും അടുത്തറിയാനും കാണാനും പുസ്തകങ്ങളിലൂടെ സാറ ജോസഫ് ടീച്ചറൊക്കെ നിരന്തരം ഞങ്ങളെ വായിക്കാൻ പ്രേരിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ പെൺകുട്ടികളോട് വല്ലാത്തൊരു അടുപ്പത്തോടെ വായിച്ച് അത് സ്വതന്ത്രമായി ക്ലാസ്സിൽ അവതരിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം തന്നിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വായന ഒരു സ്വാതന്ത്ര്യം കൂടിയായിരുന്നു. നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ അത് തന്മയീഭവിക്കാൻ എൻ്റേതും കൂടി ആക്കിയിട്ട് ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി എനിക്ക് വായന. അപ്പോൾ വായനയുടെ ഒരു നല്ല ലോകം, ഒരു വസന്തകാലം, ഒരു സുവർണകാലമായിരുന്നു പട്ടാമ്പി കോളേജ്. സ്വപ്നാടന ജീവിതം നയിച്ച ഒരു എഴുത്തുകാരി പറയാൻ പറ്റുമോ? പറ്റും. കാരണം സ്വപ്നത്തില് ഞാന് സത്യം പറഞ്ഞാൽ വീട്ടിലെ ഒറ്റക്കുട്ടിയായിരുന്നു. ഒറ്റ മകളായതുകൊണ്ട് എനിക്ക് ആകെ അച്ചമ്മയായിരുന്നു കൂട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രകൃതിയിലെ തുമ്പയോടും മുക്കുറ്റിയോടും കിളികളോടും ഒക്കെ വർത്താനം പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു ഞാൻ. സാധാരണ കളിച്ചിരി വർത്തമാനം. പിന്നെ ഞാനത് കുറേശ്ശെ ഇങ്ങനെ കടലാസിലൊക്കെ എഴുതി കുറിക്കാൻ തുടങ്ങി. അപ്പൊ അന്ന് അത്ര അധികം മത്സരങ്ങൾ പങ്കെടുക്കാനൊന്നും അറിയില്ല. പിന്നീട് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു മലയാള അധ്യാപികയാവുക. മലയാളം അത്രയും എനിക്ക് എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഭാഷ, എൻ്റെ ആകാശം, എൻ്റെ സ്വപ്നം, എൻ്റെ കരയാനും ചിരിക്കാനും സ്വപ്നം കാണാനും ഒക്കെ എനിക്ക് എൻ്റെ മലയാളം വേണം. ഇംഗ്ലീഷൊക്കെ ഭാഗമായിട്ട് പഠിച്ചു വിദ്യാഭ്യാസത്തിൻ്റെ എന്നതിൽ കവിഞ്ഞ് മലയാളത്തിൽ മലയാളമാണ് എൻ്റെ ജീവൻ. ഒരു ജീവനും ജീവിതവും മലയാളമാണ്. അപ്പോൾ മധുരമായ മലയാളത്തിന് തുല്യം വയ്ക്കാൻ എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ മലയാള ഭാഷയിൽ അങ്ങനെ എഴുതി തുടങ്ങിയിട്ട് അതങ്ങനെ കുറിച്ചു വെച്ചു. പക്ഷെ അത് അധ്യാപകരുടെ രചനാ മത്സരങ്ങളിലും രചനാ ക്യാമ്പുകളിലും വായനശാലകൾ നടത്തുന്ന മത്സരങ്ങളിലും ഒക്കെ പങ്കെടുത്ത് സമ്മാനമൊക്കെ നേടി. പക്ഷെ അപ്പോഴും അതൊരു പുസ്തക രൂപത്തിൽ ഇറക്കാനുള്ള ധൈര്യം വന്നിരുന്നില്ല. ധൈര്യം തന്നത് നമ്മള് വായനാ വസന്തത്തിന്റെ ഭാഗമായിട്ട് ആലങ്കോട് ലീലാകൃഷ്ണൻ സാറിനെ പരിചയപ്പെട്ടു. ഒരുപാട് നവാഗത എഴുത്തുകാർക്ക് പ്രചോദനമാണ്. ഓമന ടീച്ചർ ഋതുഭേദങ്ങളുടെ കവയിത്രിയാണ്, ഋതുഭേദങ്ങളുടെ കഥാകാരിയാണ്, നാട്ടുനന്മയുടെ കഥാലോകത്ത് ജീവിക്കുന്ന എഴുത്തുകാരിയാണ്. എന്താ അതിൻ്റെ ഒരു ഭാഷ്യം? അത് ഈ പ്രകൃതിയിലെ വിസ്മയങ്ങൾ എന്നും എനിക്കൊരു അത്ഭുതമായിരുന്നു. ഇപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആരും ഒന്നും പറയാതെ തന്നെ മേടമാസം വരുന്ന അറിയിച്ചുകൊണ്ട് തന്നെ കൊന്ന പൂക്കൾ അങ്ങനെ സ്വർണ്ണ കിങ്ങിണി വാരി അണിയും. ഇപ്പോൾ ചിങ്ങമാസമായ കർക്കിടകത്തിലെ മുക്കുറ്റികൾ അങ്ങനെ കുത്തുവിളക്കെടുത്ത് നടക്കും. തുമ്പ മലരണിയും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഈ ഋതുഭേദങ്ങളുടെ ചാരുത മുഴുവൻ ഇങ്ങനെ വാരി വെതറി ഭൂമിയിൽ നിന്ന് ഇങ്ങോട്ട് അടിയിൽ നിന്ന് വരണല്ലോ ഈ നിറങ്ങളുടെ വസന്തങ്ങളൊക്കെ. അതെനിക്ക് എന്നൊരു വിസ്മയമായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് അങ്ങനെ എഴുതി ഇങ്ങനെ വരുമ്പോൾ അതൊരു ഈണത്തിലും താളത്തിലും ഒക്കെ വരികൾ ഒപ്പിച്ച് ആക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു, മലയാള അധ്യാപിക ആയിരുന്നത് കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അത്
പ്രസിദ്ധീകരിക്കാനൊന്നും മാത്രം ഒരു ധൈര്യം വന്നിട്ടില്ല. അത്രയ്ക്ക് ആയോ ഞാൻ എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു. ഞാനൊരു മലയാളം ടീച്ചറല്ലേ, മലയാളം മാത്രം സംസാരിക്കുന്ന, മലയാളത്തിൽ പറയുന്ന, മലയാളത്തിൽ സ്വപ്നം കാണുന്ന, മലയാളത്തിൽ ചിരിക്കാനും കരയാനും മാത്രം അറിയുന്ന, മലയാളമാണ് എൻ്റെ എല്ലാ അതിരുകളില്ലാത്ത ആകാശം, മലയാളമാണ്, അതാണ് എൻ്റെ ഒരു സ്വാതന്ത്ര്യം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഒരു ചെറിയ ഒരു എന്താ പറയുക, മലയാളത്തിൻ്റെതായ ഒരു എളിമയുണ്ടായിരുന്നു. പിന്നീട് അത് തിരൂര് തുഞ്ചൻ പറമ്പെന്നും ഒറ്റപ്പാലത്ത് ഒരു സർഗവസന്തം എന്ന് പറഞ്ഞിട്ട് വായനാ വസന്തം ഉണ്ടായിരുന്നു BRCയുടെ കീഴിൽ. അപ്പോൾ അതിൻ്റെ അവിടുന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ സാറെ പരിചയപ്പെടാനും അദ്ദേഹത്തിന് ഞാൻ എഴുതിയതും പറഞ്ഞതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ സാറാണ് എനിക്ക് ധൈര്യം തന്നത്. ആലങ്കോടിന്റെ ഒരു രചന പൂർത്തീകരണത്തിന് ഒരു കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആലങ്കോട് സാറിന്റെ ഒരു എന്താ പറയാ, വളരെ സ്നേഹനിർഭരമായ ഒരു ഇടപെടല്. ടീച്ചറെ എഴുതൂ, ടീച്ചറുടെ എഴുത്ത് ടീച്ചറുടെ അവകാശമാണ്, അത് ടീച്ചറുടെ ആവിഷ്കാരം, ടീച്ചർ അത് എഴുതൂ, ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് സാറാണ്, ടീച്ചർ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ, എഴുതുണ്ടല്ലോ, ടീച്ചർ എഴുതൂ എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞതെല്ലാം കൂടെ ഞാൻ സാറിന് കാണിച്ചു കൊടുത്തു. സാർ അതിന് പറ്റിയ നല്ലൊരു എന്താ പറയാ, ആ വരികളെ ഒട്ടും മുറിപ്പെടുത്താതെ ഒന്നും വെട്ടി മാറ്റാതെ സാർ അതിന് നല്ലൊരു അവതാരിക എഴുതി തന്നു. അപ്പൊ അത് എന്നും എനിക്ക് കുട്ടിക്കാലത്തെ ഒരു അധികം മണമില്ലാത്ത, അധികം നിറ ബാഹുല്യം ഇല്ലാത്ത ഈ പവിഴമല്ലി പൂക്കൾ എന്നോ എൻ്റെ ബാല്യകാലത്ത് എന്നും അതെൻ്റെ പരിസരത്ത്, എൻ്റെ മനസ്സിൻ്റെ മുറ്റത്ത് എപ്പോഴും ഒരു പവിഴമല്ലി പൂ ഉണ്ടാവും. അത് മഴയൊക്കെ മാറി ഒരു തണുത്ത കാറ്റ് വരുമ്പോഴേ അതിൻ്റെ ഒരു നേർത്ത മണം വരിക, ഒരു ഓർമ്മയാണ്. ആ പവിഴമല്ലി പൂവിന്റെ തണലിലാണ് ഞാൻ സത്യം പറഞ്ഞ, ആ ഓർമ്മകളിലാണ് ഞാൻ എഴുതിയതൊക്കെ. അതുകൊണ്ടാണ് ഞാനത് പവിഴമല്ലി പൂകൾ എന്ന് തന്നെ അതിന് പേരിട്ട്. നനുത്ത ഗന്ധയുള്ളൂ, വലിയ നിറങ്ങളില്ല, അത് അവിടെ നിൽക്കണമെന്ന് പോലും ആരും അറിയില്ല. വീഴുമ്പോഴാണ് പവിഴത്തിന്റെ തണ്ടും വെളുത്ത ഇതളും നനുത്ത ഇതളുള്ള അതേപോലെ തന്നെ നനുത്തതായിട്ട് തന്നെ ഞാൻ എഴുതി തീർത്തതും. ആ പുസ്തകത്തിന്റെ ചട്ടി ഞാൻ ഡിസൈൻ ചെയ്തതായിരുന്നു, പവിഴമല്ലിപ്പൂക്കളെ മാത്രം വെച്ചിട്ട്, വേറൊരു വർണ്ണശബളിനി അതിനുണ്ടായിരുന്നില്ല. ഇതൊരു ഇപ്പം ഞാൻ നോക്കൂ ടീച്ചറെ, ടീച്ചറുടെ ഒരു നിരീക്ഷണം, ടീച്ചറുടെ എഴുത്തിൻ്റെ നിരീക്ഷണം ഞാൻ നോക്കുമ്പോൾ പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെൻറ് സാൻസ്ക്രിറ്റ് കോളേജിൽ പഠിച്ചു എന്നുള്ളത് വലിയൊരു ഗുരുത്വമായിട്ടാണ് കാണുന്നത്. സാറാ ജോസഫ് ടീച്ചർ, അതുപോലെ ഡി വീരേന്ദ്ര സാറ്, പ്രൊഫസർ അലിയാർ സാറ്, പ്രൊഫസർ പി ഗംഗാധരൻ, പ്രൊഫസർ CP ചിത്ര തുടങ്ങിയ ഒരു വലിയ താരനിര, മലയാള അധ്യാപകരുടെ ഒരു താരനിരയിൽ പഠിച്ചു വളർന്ന ഒരു പുന്നശ്ശേരി കളരിയിലെ ഒരു ശിഷ്യയാണ്. എന്താ ജീവിതം? പ്രത്യേകിച്ചും പട്ടാമ്പി കോളേജിലെ മലയാളം ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു A ക്ലാസ് എന്നൊക്കെ പറയില്ലേ, അത്രയും നല്ലൊരു ക്ലാസ്സാണ്. ഒരു പക്ഷേ പാഠ്യപദ്ധതിയിൽ ഒതുങ്ങി നിന്നിട്ടല്ല അന്നത്തെ ക്ലാസ്സുകൾ. അതിനോട് ബന്ധപ്പെട്ട് വായിക്കേണ്ടതെല്ലാം സാറാ ജോസഫ് ടീച്ചറും അലിയാർ കുഞ്ഞി സാറൊക്കെ പറയുമായിരുന്നു, കാണിച്ചു തരുമായിരുന്നു. നാടകം, കവിയരങ്ങ്, കാവ്യകേളി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എന്നും പരിപാടിയാണ്. പിന്നെ സാറ ടീച്ചറുടെ ആണെങ്കിൽ ആ നടുമുറ്റത്ത് എന്നും സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചുള്ള പരിപാടി ഉണ്ടാവും, മാനുഷി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ PG ബ്ലോക്കില് അതുവരെയൊക്കെ 2 പുസ്തകം കിട്ടിയിരുന്ന, റേഷൻ പോലെ കിട്ടിയിരുന്നത് സാറ ടീച്ചർ വന്നതോടുകൂടി അത് 4 പുസ്തകങ്ങൾ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് വായിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടി. അപ്പൊ ആ നല്ല വായനയുടെ ഒരു സ്വാതന്ത്ര്യം, വായനയുടെ വിശാലമായ ലോകത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അതെ അങ്ങോട്ട് പറന്നു പോയി. പിന്നെ എന്തൊക്കെയാ വായിച്ചു കൂട്ടിയതെന്ന് അറിയില്ല, അത്രയും സാറുടെ MTയുടെയാണ് ഏറ്റവും കൂടുതൽ അതെ. മാത്രല്ല പട്ടാമ്പിയില് കൂടല്ലൂര് ഞാൻ അറിയുന്ന നിളയാണ് എനിക്ക് ഏറെ ഇഷ്ടം. അറിയാത്ത അത്ഭുതങ്ങളെ ഒന്നും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയണ MT ആയിരുന്നു ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട. അന്ന് ഞങ്ങളുടെ ഒരു തലമുറയുടെ എന്നും ആ നിളയുടെ കാമുകൻ ഞങ്ങളുടെയൊക്കെ ഒരു കാമുക സങ്കല്പത്തെ, ഒരു നിരാശത, അവസാനം തിരിച്ചു വന്നിട്ട് തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീറോടെ സ്വന്തമാക്കുന്ന ആ MTയെ ഞങ്ങൾ അന്നൊക്കെ വല്ലാതെ ആരാധിച്ചിരുന്നു. പ്രണയാർദ്രമായ ഓർമ്മകളുടെ ഒരു ഉറവിടമാണ്, കലവറയാണ് ക്യാമ്പസ് പട്ടാമ്പി കോളേജും ആ MTയുടെ പരിസരവും. MTയും പിന്നെ അക്കിത്തം, കുമരനെല്ലൂര്, MTയുടെ കുമരനെല്ലൂരിലെ കുളങ്ങൾ, മഞ്ഞിലെ വിമല ടീച്ചർ പറയുന്നതൊക്കെ ഞങ്ങൾ അങ്ങനെ ഏതൊറക്കത്തിലും പറയും, വരാതിരിക്കില്ല എന്ന് പറഞ്ഞ് ഉണർന്നിരുന്ന ഒരു കാലമായിരുന്നു അത്. അപ്പോൾ MTയെ വായിച്ച് ബാക്കിയെല്ലാം പിന്നീട് വായിച്ച് അങ്ങനെ ഒരു കാലം, ഒരു വസന്തകാലം എന്നൊക്കെ പറയാം, സുവർണകാലം വായനയുടെ പട്ടാമ്പി കോളേജിൽ. ആ 89 തൊട്ട് 95 വരെയുള്ള ആ നല്ല കാലം, ഏറ്റവും നല്ല കാലമായിരുന്നു ഉണ്ടായിരുന്നു. ആ ഞങ്ങളുടെ ക്ലാസ്സിലായിരുന്നു. LP വിജയേഷിനെ നന്നായിട്ട് അറിയാം, മാധവിക്കുട്ടി, KC, അങ്ങനെയുള്ള ഓർമ്മകളെ സ്മരിക്കുമ്പോൾ ആരെ ഓർക്കുന്നു? അധ്യാപകർക്ക് അപ്പുറം ആരെ ഓർക്കുന്നു? സഹപാഠികളെ LP വിജയേഷിനെ നല്ല ഓർമ്മയുണ്ട്, KC മാധവിക്കുട്ടീനെ ഓർമ്മയുണ്ട്, വൃന്ദയെ ഓർമ്മയുണ്ട്. പിന്നെ
MT ആണ് കൂടുതൽ. വീണ്ടും വീണ്ടും പട്ടാമ്പി കോളേജ് എന്ന് പറയുമ്പോൾ സാറ ടീച്ചർ, MT, അക്കിത്തം എല്ലാം നല്ല ഓർമ്മയാണ്. അതൊരു വലിയ നമ്മുടെ പരിസരത്ത് തന്നെ ഉള്ള ഒരാളുകള് നമ്മൾ അത്രയും ഗോവിന്ദനുണ്ടി ആ സമയത്ത് ഉണ്ടായിരുന്നു അവിടെ? ഉണ്ടായിരുന്നില്ല, ജൂനിയർ ആയിരിക്കും. രാമനും ഏറെ ജൂനിയറാണ്. ഇപ്പോ ഞാൻ ചോദിക്കാനിരിക്കുകയായിരുന്നു, ടീച്ചറുടെ ഈ ആലങ്കോടിന്റെ ഒരു കരസ്പർശം അത് എത്രമാത്രം ടീച്ചറെ സ്വാധീനിച്ചു? ആലങ്കോട് സാറിന്റെ പ്രഭാഷണങ്ങൾ തന്നെ വളരെ ലളിത മധുരങ്ങളാണ്. ഒരു നമ്മുടെയൊക്കെ ധാരണ, സാഹിത്യകാരന്മാരെ പറഞ്ഞ ഒരു ദന്തഗോപുരത്തിൽ ഇരുന്ന് നമ്മളെയൊക്കെ താഴേക്ക് നോക്കുന്ന ആളുകൾ, അതിൻ്റെ ആ ഒരു ധാരണ പാടേ തലകീഴായി മറിച്ചിട്ട ആളാണ് സത്യത്തിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറ്. സാഹിത്യകാരന്മാർ ദന്തഗോപുരങ്ങളിൽ വസിക്കുന്നവരാണെന്നുള്ള കാഴ്ചപ്പാട് പണ്ടുണ്ടായിരുന്നു, പിന്നീട് അതില്ല. ഇല്ല, ഇപ്പോഴില്ല. അത് അവർക്കൊരു പൊയ്മുഖം പോലെ അവരൊരു കവചം തീർത്തതാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല, എല്ലാവരും കൂടി ഓടിക്കേറി വന്ന് അവരുടെ ഏകാഗ്രത കളയാതിരിക്കാൻ അവർ സ്വയം തീർത്ത ഒരു കവചമാണോ എന്ന് എനിക്കിപ്പോ തോന്നുന്നു. അപ്പോൾ ആലങ്കോട് സാറ് വളരെ ലളിത മധുരമായിട്ടാണ് നമ്മളോട്. സാറ് ആ എല്ലാം സുസ്മേരവദനായിട്ടാണ് എന്ത് കാര്യവും പറയുക. നമുക്കതറിയാലോ, നമുക്കത് എന്താ പറയുക, അപ്രിയ സത്യങ്ങളാണെങ്കിൽ പോലും സാറത് വളരെ മധുരമായി പറയുമ്പോൾ നമുക്ക് ഒട്ടും നീരസം തോന്നില്ല. മാത്രമല്ല, ഒരു ഇത്തിരി കഴിവുള്ള എല്ലാവരെയും അദ്ദേഹം പ്രോത്സാഹിപ്പിക്കും. ആ ഉള്ള കഴിവുകളെ വളർത്തിക്കൊണ്ടുവരാൻ ആലങ്കോട് ലീലാകൃഷ്ണൻ സാർ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരം എനിക്കൊരു അനുഗ്രഹമായിട്ടുണ്ട്. ആ സംഭാഷണങ്ങൾ തീർച്ചയായിട്ടും. ഇവിടെ നമ്മളിപ്പോൾ ഒന്ന് ചോദിക്കാതിരിക്കുന്നത്, ടീച്ചറുടെ കുട്ടിക്കാലത്ത് മുത്തശ്ശി കഥകൾ, വീട്ടിലാകെ ഒരു കുട്ടിയുണ്ടായിരുന്നു, ആ കുട്ടിയുടെ ഒരു ജീവിതം എങ്ങനെയായിരുന്നു? ഞാൻ ഒറ്റ കുട്ടിയായതുകൊണ്ടും അച്ഛമ്മയോട്, മുത്തശ്ശിയുടെ കൂടെയാണ് എപ്പോഴും നടപ്പും ഇരിപ്പും കുളിക്കലും തൊഴലും എല്ലാം. അപ്പോൾ അച്ഛമ്മയാണ് എനിക്കെല്ലാം പറഞ്ഞു തരിക. ഇത് കർക്കിടക മാസത്തിൽ ദശപുഷ്പങ്ങളാണ്, ഓരോന്നും പറഞ്ഞു തരും. നമ്മൾ മേലൊക്കെ തട്ടിയ ചൊറിയണ, നമ്മൾ ചൊറുതണമെന്ന് ചിലർ പറയും, നമ്മൾ കഞ്ഞിക്കൂർക്ക എന്ന് പറയുന്ന ഇല കൂടി അച്ഛമ്മ അതിൻ്റെ ഔഷധം പറഞ്ഞു തരും ഓരോന്നിൻ്റെയും. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പ്രകൃതിയിൽ നമുക്ക് പറ്റാത്ത, മനുഷ്യർക്ക് യോഗ്യമല്ലാത്ത ഒന്നുമില്ല അതിൽ. അപ്പോൾ എല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് എപ്പോഴും സന്തോഷം തരുന്നത് പൂക്കള്. നമ്മൾ തീരെ ചട്ടിയിൽ വളർത്താതെയും നട്ട് നനച്ച് വളർത്താതെയും മുക്കുറ്റികളും തുമ്പകളും കാശിത്തുമ്പകളും പവിഴമല്ലി പൂക്കളും തനിയെ അങ്ങനെ പുഷ്പിച്ച് താഴെ വീണ് ഇങ്ങനെ കിടക്കുകയാണ്. അതെന്തൊരു ഭംഗിയാണെന്നറിയോ? തലേ ദിവസത്തെ മഴച്ചാറ്റലിലൊക്കെ വീണ് അങ്ങനെ കിടക്കുമ്പോൾ ആരാണ് ഇവരോട് ഈ സമയത്ത് ഇതൊക്കെ പൂക്കാൻ പറഞ്ഞത്? അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഈ ആലിൻ്റെ ഇലകളൊക്കെ വീഴുന്നത് പോലെ പവിഴമല്ലിപ്പൂക്കൾ ഉതിരുന്നതും എല്ലാം അതിൻ്റെ ഉള്ളിൽ ആ തുമ്പത്തിരുന്ന് ചിരിക്കുന്ന ഒരു ദൈവീക സ്പർശമുണ്ട്, ഒരു ദൈവീക സാന്നിധ്യമുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. ഈ പ്രപഞ്ചത്തില് ഓരോ പൂ വിരിയുന്നതും ആ ശക്തി അറിയാതെ വരുന്നുണ്ടാവില്ല. ആയതുകൊണ്ട് മാത്രല്ല, മേട 1-ാം തീയതിക്ക് പൂവേ പൂത്തിരുളേ നമുക്ക് ഒത്തിരി പൂ തരുമോ എന്ന് പറയുന്നത്, ഒരു വട്ടി പൂ തരുമോ, അത്തരത്തിലുള്ള ചില പൂവുമായി ബന്ധപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിലും താളങ്ങളുമായും മേളങ്ങളുമായും ഇടപഴകിയ ഒരു കുടുംബാന്തരീക്ഷവുമാണ് അങ്ങയുടെ. എൻ്റെ അച്ഛൻ നല്ലൊരു ചെണ്ടകൊട്ടുള്ള ആളുമായിരുന്നു. പിന്നെ തായമ്പകയും കഥകളിയൊക്കെ നന്നായിട്ട് ആസ്വദിക്കുമായിരുന്നു. തായമ്പക ആലിപ്പറമ്പ് കൃഷ്ണ പൊതുവാളുടെ, ശിവരാമ പൊതുവാളുടെ ഒക്കെ എണ്ണം പറഞ്ഞ തായമ്പക, കേശവ പൊതുവാൾ, കുഞ്ഞികൃഷ്ണ പൊതുവാളുടെ ഒക്കെ കൂടെ തായമ്പക കൊട്ടിയിരുന്ന ആളാണ് എൻ്റെ അച്ഛൻ കൃഷ്ണ പൊതുവാൾ. അപ്പൊ തായമ്പക കരിമ്പുഴ തെക്കേടത്ത് കൃഷ്ണ പൊതുവാൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോ അച്ഛനാണ്. അതെ അതെ, അമ്പലമുറ്റത്ത് തായമ്പക കളരികൾ, തായമ്പക മേളം ഞാൻ കണ്ടിട്ടുണ്ട്. കഥകളി നമുക്ക് അത്ര മനസ്സിലായില്ലെങ്കിൽ അതിൽ പുറപ്പാടിലെ വർണ്ണവിസ്മയം എനിക്ക് ഏറ്റവും മനസ്സിലാവുന്നത് കഥകളിയിലെ പുറപ്പാടാണ്. ആ കുട്ടിവേഷങ്ങൾ അങ്ങനെ തിരശ്ശീല താഴ്ത്തി പിടിച്ച് ആ എല്ലാ വർണ്ണങ്ങളും ഉണ്ടല്ലോ അതില്, പച്ചയും ചുവപ്പും വെള്ളയും, ആ തൗര്യത്രികങ്ങൾ അങ്ങനെ വന്ന് മനോഹാരിതമായ ആ നിമിഷങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പിന്നെ അച്ഛൻ നളചരിതത്തിന്റെ കഥയൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് യാദൃശികമായി ചോദിക്കട്ടെ, കഥകളിയിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? കഥകളിയിൽ കലാമണ്ഡലം ഗോപിയാശാനെ ഇഷ്ടമാണ്. പിന്നെ രാമൻകുട്ടി നായർ ആശാനെ ഇഷ്ടമാണ്. ചെണ്ടയിൽ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാള് ഞങ്ങളുടെ നാട്ടുകാരനും കൂടിയാണ്. ശിങ്കിടികളിൽ അത്ര അധികം എനിക്ക് അത്ര
അറിയില്ല. പാട്ടുകാരല്ല അരിഷ്ടം. നീലകണ്ഠൻ നമ്പീശനെയാണ് അച്ഛൻ കേട്ടിരുന്നത്. പിന്നീട് ഇപ്പൊ എനിക്ക് ഇഷ്ടം കോട്ടക്കൽ മധുവിനെയാണ്. പിന്നെ നെടുമ്പുള്ളി രാമോഹനൻ മാഷേനെ ഇപ്പൊ എനിക്ക് തായമ്പകയില് ശങ്കരൻകുട്ടിയുടെ തായമ്പക, ത്രിപിൾ തായമ്പകയൊക്കെ വലിയ ഇഷ്ടമാണ്. മീര ടീച്ചറി രാമോഹൻ മാഷി നന്നായിട്ട് നെടുമ്പുള്ളി രാമോഹൻ കേട്ടിട്ടുണ്ട് ഞാൻ. ദീപാ പാലനാടിന്റെ കേട്ടിട്ടുണ്ട്. അജിതാഹരിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കൂ, ടീച്ചറുടെ ഋതുഭേദങ്ങൾ എന്ന് പറയുന്ന കണ്ടു ഒരു കവിതയിൽ മൂവന്തിപ്പൊയ്കയിൽ മുങ്ങി നീരാടി ശ്രാവണകന്യക പൂത്താലമേന്തി മുക്കുറ്റിപ്പൂവതിൻ പൊന്തിരി നീട്ടി ആവണിമുറ്റത്തോ പൂപ്പൊലിയായി ധനുമാസത്തിങ്കൾ പാലൊളി തൂകി ആതിരപ്പെണ്ണതിൽ തുടിച്ചു കുളിച്ചു വരമഞ്ഞൾ കുറി തൊട്ടു പാതിരാ പൂചൂടി മുരഹരൻ തന്നെ തിരുനാൾ പാടി. അങ്ങനെ പോവുകയാണ്. എത്ര ഇതൊക്കെ വളരെ ടീച്ചറെ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞ എന്നെ ഇപ്പോഴും വിസ്മയം കൊള്ളിക്കുന്നു മണ്ണിലെ ഈ വിസ്മയങ്ങള്, പ്രകൃതിയിലെ. ഇപ്പൊ മേടത്തിൽ കൊന്ന പൂക്കണം, തിരുവാതിരയ്ക്ക് ഞങ്ങൾ ഈ പറയുന്നത് ചുവന്ന കൊടുവേലി പൂവുണ്ട്. രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചിട്ട് ആ പൂവ് ചൂടും ഞങ്ങള്. അത് തേടിപ്പോയി കണ്ടുപിടിച്ച് ചൂടും. അതാണ് പാതിരാപ്പൂ എന്ന് പറഞ്ഞ് ചൂടുന്നത്. പിന്നെ തിരുവാതിരയ്ക്ക് എടുക്കുന്നത് മുഴുവൻ പ്രകൃതിയിലെ വസ്തുക്കളല്ലേ. എട്ടങ്ങാടി ആയാലും കാച്ചിലും കിഴങ്ങും മഞ്ഞള് കുറി തൊട്ടിട്ട് ആകെയുള്ള ഒരു ആഭരണം അല്ലെങ്കിൽ ഒരു ആഡംബരം മഞ്ഞള് തേക്കലും തിരുവാതിര കളിയാണ്. അതെ അതെ. വെള്ളം അപ്പൊ ജലത്തെ ഉണർത്തി വെള്ളം തുടിച്ച് ഉണർത്തിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ വിഷു ആണെങ്കിലും അതെ, കൊന്നപ്പൂവ് കൃത്യമായിട്ട് നമുക്ക് കണി കാണാൻ വരുന്നുണ്ടല്ലോ. ചക്കയായാലും മാങ്ങയായാലും നമുക്ക് വേണ്ടിയല്ലേ മേടം കുംഭമീന മാസത്ത് അത്രയും വെയിൽ മുഴുവൻ താങ്ങിയിട്ടാണ് ആ മാങ്ങകൾ മുഴുവൻ പഴുക്കണത്. ചക്കയാണെങ്കിലും അത് എത്ര വലിയൊരു ഫലമാണത്. ഒരു വീട്ടിലേക്കുള്ള വിശപ്പ് അകറ്റാൻ ഉണ്ടായിരുന്നു ആ ചക്കയൊക്കെ അന്നത്തെ കാലത്ത്. അപ്പൊ ഈ പ്രകൃതി നമുക്ക് പക്ഷെ അന്നേ പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് പൂക്കളും നമ്മൾ നട്ട് നനച്ചിട്ടല്ലല്ലോ മുക്കുറ്റിയും തുമ്പകളും ഒക്കെ. നമ്മുടെ പൂപ്പൊലം ഈ പൂക്കളം നിറയാൻ വേണ്ടിയിട്ട് പൂപ്പൊലിയായിട്ട് തന്നെ അവരങ്ങനെ നിൽക്കുകയാണ്. ഒന്ന് എന്നെ എറുത്ത് മുറ്റത്ത് കൊണ്ടുവയ്ക്കൂന്ന് ചിരിക്കണ മാതിരി എനിക്ക് തോന്നാറ് തുമ്പപ്പൂ. എനിക്ക് ആ വെളുത്ത തുമ്പപ്പൂവാണ് എപ്പോഴും ഇഷ്ടം. അത് നിറച്ചിട്ടാണ് നടുക്കൽ മുക്കുറ്റി വെച്ചാണ് ഞങ്ങൾ പണ്ടും ഇടുന്നത്. അത്തം തൊട്ടിട്ട് പൂക്കളിട്ട് അങ്ങനെ 10 ദിവസം. നോക്കൂ ടീച്ചറെ, ടീച്ചറുടെ ഈ പവിഴമല്ലി പൂവുകൾ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ അവതാരികയിൽ ആലങ്കോട് ലീലാകൃഷ്ണ സാർ പറയുന്നത്, മനസ്സിൻ കുമ്പിലൊരു ഊഞ്ഞാലിൽ മായാത്തൊരോർമ്മകളാടുമ്പോൾ കനവിൻ വല്ലികൾ പടരുന്നു, ആശകൾ ഇലയായി തളിർക്കുന്നു എന്നാണ് ഊഞ്ഞാൽ പാട്ടിൽ പറയുകയാണ് കവിയുടെ ഓരോ ഭാഷ്യവും. ഇപ്പോൾ കവയിത്രി എന്നുള്ളക്ക് ഓമന ടീച്ചറുടെ ഭാഷ്യ വിവരണങ്ങൾ ഭാവനാതീതവുമാണ്, എന്നാൽ കാൽപ്പനികവുമാണ്. എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ഓർമ്മകള് എപ്പോഴും നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു കൽപ്പനയാണ്. ഈ ഓർമ്മകളിൽ നമുക്ക് എന്തൊക്കെ ആ ഓർമ്മകളില്ലെങ്കിൽ നമ്മളില്ല. ആ പഴയ കാലത്തെ നല്ലതാവാം ചീത്തയാവാം. ചീത്ത ഓർമ്മകളിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാം. നല്ല ഓർമ്മകളിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും സന്തോഷിക്കുന്നുണ്ട്. അതിന് കുട്ടിയാണോ വലിയ ആളാണോ എന്നുള്ള വ്യത്യാസമില്ല. ആ പഴയ ഓർമ്മകളുടെ ആ ഊഞ്ഞാലിൽ അങ്ങനെ ലയിച്ച് പാടുമ്പോഴാണ് പിന്നെയും ജീവിക്കാനുള്ള ഈ ജീവിതം നമ്മുടെ കൊതിതീരം വരെ കെട്ടിപ്പിടിക്കാനുള്ള, ജീവിതത്തെ ചേർത്ത് നിർത്താനുള്ള ഒരു ബലം കിട്ടണത്, ഒരു ശക്തി കിട്ടണത് ഈ ഓർമ്മകളിലാണ്. അപ്പോൾ ഓർമ്മകളാണ് എപ്പോഴും നമ്മളെ എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം എപ്പോഴും, ഓർമ്മകൾ എപ്പോഴും ഉണ്ടാവണം. ആ ഓർമ്മകളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആണ്ട് മുങ്ങി നിവരണം. ഓർമ്മകളിൽ ആണ്ട് നിവരുന്ന ഒരു കാലം ആണ് ടീച്ചർ സ്വപ്നം കാണുന്നത്. പുതുതലമുറ എഴുത്തുകാരോടും അത് തന്നെയാണ് ഓമന ടീച്ചർക്ക് പറയാനുള്ളത്. ഓർമ്മയുള്ള ഒരു കാലം വിസ്മരിക്കാതെ കടന്നുപോയാൽ നമുക്ക് ജീവിതത്തിലേക്ക് ഉള്ള വാതായനങ്ങൾ തുറക്കുമെന്നാണ്. ടീച്ചറുടെ ഈ പുരസ്കാരങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ടോ ടീച്ചർക്ക്? എനിക്ക് അധ്യാപകരുടെ രചനാ മത്സരങ്ങളിൽ 1-2 സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. വായനശാല നടത്തിയതിൽ മത്സരങ്ങളിൽ സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അല്ലാണ്ട് പൊതുവേദിയിൽ നിന്ന് ഒരു അംഗീകാരം ഇതുവരെ കിട്ടിയിട്ടില്ല. ടീച്ചർക്ക് ഈയിടെ എഴുവന്തല ഉണ്ണികൃഷ്ണൻ അനുസ്മരണ സമിതിയുടെ
പ്രത്യേക ജൂറി പുരസ്കാരം കിട്ടിയിരുന്നല്ലോ, പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് മലയാള മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി ഏറ്റവും വലിയ സന്തോഷമാണ് അത്. കാരണം നമ്മളെ എഴുതുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർ അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ അത് ഏറ്റവും എൻ്റെ ആദ്യത്തെ പുരസ്കാരമാണ്, ഏറ്റവും സന്തോഷമുള്ള അംഗീകാരമാണ് അത്. ചെർപ്പളശ്ശേരി എഴുവന്തല ഉണ്ണീഷ്ണ സ്മാരക സമിതിയുടെ സ്പെഷ്യൽ ജൂറി പുരസ്കാരം എൻ്റെ ഈ പറഞ്ഞ പവിഴമല്ലി പൂവുകൾ എന്ന കവിതയ്ക്ക് തന്നെയാണ്. ഞാൻ മനഃപൂർവ്വമാണ് പവിഴമല്ലി പൂവുകൾ എന്ന് തന്നെ ഇട്ടത്. കാരണം പൂവാകുമ്പോൾ അത് ഓരോന്നും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തന്നെയാണ്, പൂക്കളല്ല, ഒന്നിച്ചൊരു പൂക്കളല്ല. ഓരോ കവിതകളും ഓരോ പൂവുകളാണ്. ആ പവിഴമല്ലി പൂവുകൾക്ക് തന്നെയാണ് എഴുവന്തല ഉണ്ണീഷ്ണ സ്മാരക സമിതിയുടെ സ്പെഷ്യൽ ജൂറി പുരസ്കാരം കിട്ടിയത്. അതിലേറെ സന്തോഷമുണ്ട്. ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. പുതിയ എഴുത്തുകാർ, ഇപ്പോൾ താളത്തിലും വൃത്തത്തിലും എഴുതുന്നവർ, ഇപ്പോൾ ഗദ്യ കവിതകൾ എഴുതുന്നവർ, പദ്യം, ഇപ്പോൾ താളം ശ്ലതകാകളി വൃത്തത്തിൽ രണ്ടാം പാദ്യത്തിൽ മധ്യത്തിൽ എന്നൊക്കെ പറയുന്ന ഇതുണ്ടല്ലോ. ഇപ്പോൾ ഉപമ, ഉൽപ്രേക്ഷ, കാകളി, ഇതൊക്കെ കേക എന്നൊക്കെ പറയുന്നത്. എന്താണ് ഈ വൃത്താതീതമായി കവിതകൾ എഴുതുന്നതിനെ കുറിച്ച് ടീച്ചർ അഭിപ്രായം? വൃത്തത്തിനകത്ത് നിന്നിട്ട് എഴുതുമ്പോൾ അത് അതുപോലെ ആശയം നമ്മൾ മനസ്സിലിട്ട് പാകപ്പെടുത്തിയിട്ട് വരണം. ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ, ഞാൻ ഈ പവിഴമല്ലി പൂക്കളിൽ കരിമ്പുഴ ശ്രീരാമനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിന് എനിക്ക് പ്രയാസപ്പെടേണ്ടേ വന്നിട്ടില്ല. കോഴിക്കോട്ടെ സാമൂതിരി കരിമ്പുഴ ദേശത്ത്, അങ്ങനെ അങ്ങോട്ട് വന്നത് ഒഴുക്കോടുകൂടെ കരിമ്പുഴ പുഴയുടെ തീരത്ത് വന്ന് ക്ഷേത്രം പണിതതും നാലമ്പലവും ഗോപുരവും ഉപദേവങ്ങളും അവിടുത്തെ വഴിപാടുകളും എല്ലാം എനിക്ക് ആ ഈണത്തിൽ കിട്ടി. ആ ഈണത്തിൽ തന്നെ നദോന്നത വൃത്തത്തിൽ വഞ്ചിപ്പാട്ടിന്റെ രീതിയിൽ കിട്ടി. അതേപോലെ എൻ്റെ അച്ഛനെ കുറിച്ച് വന്നപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ശോകഛായയുള്ള ആ വൃത്തത്തിൽ തന്നെ എനിക്ക് പുത്തൂരം പാട്ടുകളുടെ വൃത്തത്തിൽ എൻ്റെ അച്ഛനെ കുറിച്ചും കിട്ടി. ഓർമ്മ അത് ഉണ്ട്. മേടത്തിൽ തിരുവോണം വന്നുരീക്കേ ഓർമ്മയിൽ എൻ്റെ അച്ഛനും, അങ്ങനെ കിട്ടിയത്. പിന്നീട് എനിക്ക് ശ്രീകൃഷ്ണനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും എന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു രാഗവിലോലന ശ്രീകൃഷ്ണൻ. അതായത് നമ്മുടെ കുവലയാപീഠത്തിനെ ആനേനെ മസ്തകം പിളർന്നിട്ട് ആ മുത്തുകളെടുത്ത് വിജയശ്രീലാളിതനായിട്ട് എല്ലാവരും നോക്കാൻ മടിക്കുന്ന ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന ആ ശ്രീകൃഷ്ണൻ ആ മുത്തുകൾ മുഴുവൻ വാരിയെടുത്ത് തൻ്റെ സുഹൃത്തിനോട് പറയുകയാണ്, ഇതെൻ്റെ രാധയ്ക്ക് കൊണ്ടേ കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ആ മുത്തുകൾ കൊടുത്തയക്കണ ശ്രീകൃഷ്ണൻ്റെ മനസ്സിൽ ഏത് വിജയപീഠത്തിൽ ഏറി നിൽക്കുമ്പോഴും തൻ്റെ ബാല്യകാല സഖിയായ ഗോപികയായ രാധയോടുള്ള സ്നേഹമാണ്. അതിന് കാലത്തിൻ്റെയോ ദേശത്തിൻ്റെയോ അതിർത്തികളില്ല. ആ സ്നേഹം എന്നെ വല്ലാതെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ ശ്രീകൃഷ്ണനെ കുറിച്ച് ആ ഗോപിക അത് എഴുതിയിട്ടുണ്ട്, ഗോപിക ഗീത എഴുതിയിട്ടുണ്ട്. അതിനും എനിക്ക് പ്രയാസപ്പെടേണ്ടി വന്നില്ല. പക്ഷേ വേറെ ചില ആശയങ്ങൾ എഴുതുമ്പോൾ അത് വൃത്തത്തിലാക്കാൻ നമ്മൾ ഇത്തിരി പ്രയാസപ്പെടേണ്ടി വരും. പുതിയ കവിതകൾ കാണുമ്പോൾ ഇങ്ങനെ ചുവരെഴുത്ത് പോലെ നോട്ടീസൊക്കെ എഴുതുന്ന പോലെയുള്ള കവിതകൾ വായിക്കുമ്പോൾ എനിക്കത് കവിതയാണെന്ന് തോന്നാറില്ല. അതുകൊണ്ട് അത് വായിക്കാറുമില്ല. അത് ഗദ്യമായിട്ടേ തോന്നാറുള്ളൂ. അപ്പം ഞാൻ കഴിയുന്നതും ഈണത്തില് താളത്തില് എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. ടീച്ചർ ബാല്യത്തിലൊക്കെ അക്ഷരശ്ലോക സദസ്സുകളിൽ ഉണ്ടായിരുന്നു. അക്ഷരശ്ലോക സദസ്സുകളിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ശ്രീകൃഷ്ണപുരത്ത് അക്ഷരശ്ലോക സമിതികൾ ഉണ്ടായിരുന്നു. പക്ഷേ കവിതകൾ പട്ടാമ്പി കോളേജിനെ സംബന്ധിച്ചോളം കവിതാ കളരികളായിരുന്നു കൂടുതൽ. അക്ഷരശ്ലോകം അത്ര അധികം. ഞാൻ പിന്നെ സംസ്കൃതം ഒരു പാർട്ടായിട്ടേ പഠിച്ചിട്ടുള്ളൂ. മലയാളമാണ് കൂടുതലും പഠിച്ചത്. അതുകൊണ്ടായിരിക്കാം സംസ്കൃത ശ്ലോകങ്ങൾ ഇത്തിരി നന്നായി കാണാപ്പാഠം പഠിക്കണല്ലോ, അത് ഹൃദിസ്ഥമാക്കണല്ലോ. അപ്പൊ മലയാളമാണ് കൂടുതലും പഠിച്ചതും വായിച്ചതും അറിഞ്ഞതും. കുടുംബജീവിതം എനിക്ക് സെക്കൻഡ് BA പഠിക്കുമ്പോഴേ എൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ഉണ്ണികൃഷ്ണൻ കരിമ്പുഴയാണ് ഭർത്താവ്, സാഹിത്യകാരനാണ്. അദ്ദേഹം അന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസറായിരുന്നു ഒറ്റപ്പാലത്ത്. അദ്ദേഹമാണ് എന്നെ തുടർ പഠനം നടത്തിയതും ജോലി നേടാൻ പ്രാപ്തയാക്കിയതും അദ്ദേഹമാണ്. അതെ, ഒപ്പം കൂട്ടി. കൂടുതൽ കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലിരുത്തണ കാലാണ് അന്ന് അദ്ദേഹമാണ് എന്നെ പഠിക്കാനും ജോലി നേടാനും പ്രാപ്തയാക്കിയത്. പിന്നെ എനിക്കൊരു മകനാണുള്ളത്, നിധീഷ് ഉണ്ണികൃഷ്ണൻ. നിധീഷ് പാലക്കാട് വിക്ടോറിയ ഗവൺമെന്റ് കോളേജിലായിരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് കോളേജ് മൊകേരിയിലേക്ക് ട്രാൻസ്ഫർ ആയി. മാത്സ് ആണ് വിഷയം, കണക്കാണ് വിഷയം. പക്ഷേ നന്നായി വായിക്കും. പ്രത്യേകിച്ച് നിതീഷിന്റെ സെക്കൻഡ് ലാംഗ്വേജ് സാൻസ്ക്രിറ്റ് ആണ്. സംസ്കൃതത്തിൽ ലേഖനങ്ങളൊക്കെ എഴുതും. മാത്സ് നന്നായി വായിക്കുമെങ്കിൽ സംസ്കൃതം നന്നായി വഴങ്ങും നിതീഷിന്. പിന്നെ നന്നായി പുസ്തകങ്ങൾ വായിക്കും. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് സ്ഥിരം വായിക്കും. വായനക്കാരനാണ്. എനിക്ക് എപ്പോഴും തരുന്നത്, അവൻ സമ്മാനമായി തരുന്ന നിതീഷ് പുസ്തകങ്ങളാണ്. അതൊരു വലിയ പ്രചോദനാണ്.
അമ്മ വായിക്കൂ, അമ്മ എഴുതൂ എന്ന് എപ്പോഴും പറയും. മരുമകള് അഞ്ജലിയാണ്, മേഴ്സി കോളേജിലെ അധ്യാപികയായിരുന്നു, ഇപ്പൊ PhD ചെയ്യുന്നുണ്ട് അമൃതയിൽ. നമ്മുടെ ഇതിലൊരു കവിത നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വായിക്കാം. എൻ്റെ കവിതകളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതും വളരെ അനായാസേന ഞാൻ എഴുതിയതുമായ 4 വരികളാണ്. മധുരം മധുരം മലയാളം. മധുമൊഴി മലർമൊഴി മലയാളം, കളമൊഴി കിളിമൊഴി മലയാളം, തേനൂറുന്നൊരു മലയാളം, അലിവൂറുന്നൊരു മലയാളം, കാതിൽ തേൻമൊഴി മലയാളം, ഹൃത്തിൻ നേർമൊഴി മലയാളം, മണ്ണിൻ മണമായി മലയാളം, മഴയുടെ താളം മലയാളം, മിഴികളിൽ കനവായി മലയാളം, മൊഴികളിൽ നിറവായി മലയാളം, നെഞ്ചിൽ നിറയും മലയാളം, കുഞ്ഞിൻ കൊഞ്ചൽ മലയാളം, തുഞ്ചൻ എഴുതി മലയാളം, കുഞ്ചൻ ചിരിച്ചു മലയാളം, ഗാഥതൻ ശീലോ മലയാളം, മഞ്ചരി പൂത്തൊരു മലയാളം, വീണൊരു പൂവിൻ മലയാളം, കേരള ചരിതം മലയാളം, മണിനാദം പോൽ മലയാളം, തുടിതാളം പോൽ മലയാളം, മലനാടിൻ മൊഴി മലയാളം, ഇളനീരിൻ തെളി മലയാളം, മധുരം മധുരം മലയാളം. നമ്മോട് കുറച്ചു നേരം സംവദിച്ചത് സാഹിത്യകാരിയും അധ്യാപികയുമായ ഓമന ടി കരിമ്പുഴയാണ്. ടീച്ചറുടെ എഴുത്തു ജീവിതം തൻ്റെ പ്രിയതമനോടൊപ്പം ഉണ്ണികൃഷ്ണൻ കരിമ്പുഴയ്ക്കൊപ്പം ഇനിയും തുടരട്ടെ. ഏറെ നാൾ അവരുടെ ജൈത്രയാത്ര എഴുത്തിൻ്റെ മേഖല തുറന്നു പോകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ടീച്ചറെ, പടവള്ളിക്ക് വന്ന് വലിയ നന്ദി. ഒരുപാട് സന്തോഷം. നന്ദി. നമസ്കാരം. താങ്ക് യു.